ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഇടുക്കി കട്ടപ്പനക്കാർക്ക് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കട്ടപ്പന താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ 20 ഏക്കർ ആശുപത്രിയുടെ പരിസരത്തു നിന്നാണ്. ഞാൻ ഇവിടെ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഈ സന്തോഷകരമാകുന്ന ഈ വാർത്ത നിങ്ങളെ അറിയിക്കാമെന്ന് കരുതിയത്. എന്തായാലും 20 ഏക്കർ താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് പല വിധത്തിലുള്ള പരാതികളും അതുപോലെ തന്നെ വിവാദകരമാകുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ മറ്റ് ലോക്കൽ ചാനലിലൂടെയൊക്കെ കാണാറുള്ളതാണ്. ഒന്നെങ്കിൽ ഇവിടെ ഡോക്ടർമാരില്ല, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അത് ഞങ്ങൾ അനുഭവിച്ചിട്ടുമുള്ളവരാട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് വാഹന ഗതാഗതം വളരെ ദുഷ്കരമാകുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ പരിസരമാണ് ഈ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത്. കാരണം ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാസന്ന നിലയിൽ ആളുകളുമായിട്ട് എത്തുമ്പോൾ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഇരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, അതുപോലെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് വേഗത്തിൽ ഈ കാഷ്വാലിറ്റിയിലേക്ക് എത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം ഇപ്പോൾ മുനിസിപ്പാലിറ്റിയും അതുപോലെ സർക്കാരും കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ജീർണിച്ച ചില കെട്ടിടങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയ ചില കെട്ടിടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചു മാറ്റി പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എത്തിയതാണ്. അവസാനമായിട്ട് ഒരു കെട്ടിടം ഇവിടെ ഈ അല്ലെങ്കിൽ വാഹനം ഗതാഗതത്തിന് വളരെ തടസ്സമായി നിന്ന ഒരു കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ ഒന്നുകിൽ ഒരു ബിൽഡിംഗ് പണിയുക, അല്ലെങ്കിൽ അത് പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ ഒരു ഫണ്ട് അനുവദിച്ചു. അങ്ങനെ ഈ കാലഹരണപ്പെട്ടു പോയ അല്ലെങ്കിൽ വളരെ ശോചനീയമായി നിന്ന മഴ പെയ്താൽ ചോരുന്ന ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആദ്യകാല കെട്ടിടം പൊളിച്ചു മാറ്റുന്ന ഒരു ഭാഗമാണ് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത്. ഞങ്ങൾ തന്നെയാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് 2 ഹെയർ പിൻ വളവുകളിലൂടെയാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്യാസന്ന നിലയിൽ വരുന്ന വാഹനങ്ങൾ കടന്ന് ഈ കാഷ്വാലിറ്റിയിൽ എത്തുവാൻ വളരെ പ്രയാസകരമാണ്. ഈ 2 വളവുകൾ തിരിച്ചു പോവുക എന്ന് പറയുന്നത് ഡ്രൈവർമാരെ സംബന്ധിച്ച് വളരെ ദുഷ്കരമാണ്. അതും ഇപ്പോൾ നിങ്ങൾ ഈ ആംബുലൻസ് പോകുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ ഒരു കെട്ടിടമുണ്ടായിരുന്നു, കാലഹരണപ്പെട്ടു പോയ ഒരു കെട്ടിടമാണോ. ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതോടുകൂടി ഈ കാഷ്വാലിറ്റിയിലേക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കും എത്തുവാൻ വാഹനങ്ങൾക്ക് വളരെ എളുപ്പമാണ്. വേഗത്തിലെത്തുകയും അതുപോലെ രോഗികളെ ഡോക്ടർമാരെ കാണിക്കുവാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ ഈ കെട്ടിടം പൊളിച്ചതിന് ശേഷം ഒരു കെട്ടിടം അവിടെ നിർമ്മിച്ചേക്കാം, അല്ലെങ്കിൽ അത് പാർക്കിംഗ് ഏരിയ ആക്കിയേക്കാം. എന്തായാലും പുതിയ കെട്ടിടം പണിയുകയാണെങ്കിൽ ഗതാഗത യോഗ്യമാകുന്ന രീതിയിൽ കെട്ടിടങ്ങൾ പണിയുവാൻ സർക്കാർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടോ, ഒരു പാർക്കിംഗ് ഏരിയ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ 20 ഏക്കർ മുതൽ ഹോസ്പിറ്റൽ വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ റോഡിൻ്റെ ഇരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും മറ്റു വലിയ വാഹനങ്ങളും അതുപോലെ ആംബുലൻസും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വരുമ്പം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ കണ്ണാടിയിൽ തട്ടുകയും അതുപോലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉളവാക്കുന്നത് ഞങ്ങൾ കാണാറുള്ളതാണ്. ഇപ്പോൾ തന്നെ ആംബുലൻസ് തിരിഞ്ഞു പോകുവാൻ വളരെ ദുഷ്കരമാണ്. 1-2 തവണ തിരിച്ച് മറിച്ചൊക്കെയാണ് ഈ ആംബുലൻസും അതുപോലെ വലിയ വാഹനങ്ങളൊക്കെ കയറിപ്പോകുന്നത്. ഈ കെട്ടിടം ഇവിടെ വലിയൊരു തടസ്സം തന്നെയായിരുന്നു. ഈ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം പണിയാനായിരിക്കാം, അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ ആയിരിക്കാം, അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്നുണ്ട്. കാരണം വാഹനങ്ങൾ വേഗത്തിൽ കാഷ്വാലിറ്റിയിലേക്ക് എത്തുവാൻ കഴിയുന്നു. ഇത് കാലഹരണപ്പെട്ടൊരു കെട്ടിടമാണ് ഞങ്ങൾ പൊളിക്കുന്നത്. JCB ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റുകളൊക്കെ പൊളിഞ്ഞു പോരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു. എന്തായാലും വരും നാളുകളിൽ ഈ കെട്ടിടം പൊളിച്ചത് ആ സ്ഥലത്ത് ഒരു പാർക്കിംഗ് ഏരിയ അത്യാവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം മെയിൻ റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിൽ എത്തുന്നവർ തന്നെയാണ്. ഈ 2 സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത്. അവിടെ തട്ടുമുട്ടും ഉണ്ടാകുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിനൊക്കെ ഒരു പരിഹാരമാകും എന്നാണ് ഞങ്ങൾ ഇതിലൂടെ കരുതുന്നത്. എന്തായാലും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞങ്ങൾ മനോഹരമായി ചെയ്തു തീർത്തു. വരുന്ന ആളുകളിൽ ഈ താലൂക്ക് ആശുപത്രി ജില്ലയ്ക്കൊരു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കട്ടപ്പനക്കാർക്കൊരു അഭിമാനമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സർക്കാരും ഇടപെടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഈ വീഡിയോ പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു ആംബുലൻസ് വന്നു, അവസാന നിമിഷം വന്നൊരു ആംബുലൻസാണ്. ആ ആംബുലൻസ് കടന്ന് രോഗിയുമായിട്ട് ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ മറ്റൊരു വാഹനം അവിടെ കടന്നു വന്നാൽ പോകുവാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുകയാണ്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും
സർക്കാർ ഇതിൽ ഇടപെടണമെന്നും മുനിസിപ്പാലിറ്റി ഇതിൽ ശക്തമായി ഇടപെട്ട് നല്ലൊരു റോഡ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലേക്ക് എത്തുവാനെങ്കിലും ഒരു നല്ല റോഡ് നിർമ്മിക്കുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഇത് ജനപ്രതിനിധികളുടെയും അതുപോലെ സർക്കാരിൻ്റെയും മുൻപിൽ എത്തട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയതോടുകൂടി വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.